നമസ്കാരം. നമ്മുടെ ദക്ഷിണേന്ത്യ BJPക്ക് കടന്നു കയറാൻ സാധിക്കാത്ത ഒരു പ്രദേശമാണെന്നും BJP ഒരിക്കലും വരില്ല എന്നുള്ള രീതിയിലേക്കുള്ള പ്രചരണം വ്യാപകമായിട്ട് കഴിഞ്ഞ കർണാടകയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP പരാജയപ്പെട്ട സമയം മുതൽക്ക് തന്നെ വ്യാപകമായിട്ട് ഉണ്ട്. അതിനുശേഷം ഈ പറയുന്ന കർണാടകയ്ക്ക് ഉപരിയായിട്ട് തെലങ്കാനയിലും കോൺഗ്രസ് അധികാരത്തിൽ വന്നു. അവിടെയും BJPക്ക് പ്രതിപക്ഷമാവാനൊന്നും സാധിച്ചില്ല. ഒരു സീറ്റോ 3 സീറ്റോ എന്താണ് കഴിഞ്ഞ 5 വർഷം മുന്നുണ്ടായത്. അത് 8 ആക്കി ഉയർത്താൻ മാത്രമേ BJPക്ക് സാധിച്ചുള്ളൂ. പക്ഷേ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ വട്ടം ചരിത്രത്തിലാദ്യമായിട്ട് BJPക്ക് 4 സീറ്റുകൾ ലഭിക്കും. കേന്ദ്രമന്ത്രിമാർ പോലും ഉണ്ടായ ഒരു തെലങ്കാന എന്ന് പറയുന്ന സംസ്ഥാനത്ത് ഇത്തവണ വലിയ രീതിയിലുള്ള പ്രതീക്ഷ കൽപ്പിക്കണം. അപ്പോൾ ഈ സമയത്ത് നമ്മൾക്ക് കർണാടകയിലെ BJPയുടെ ഒരു അവസ്ഥ എടുത്തു നോക്കാം. നിലവിൽ വ്യാപകമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് വിഷയമായിട്ട് മാറിയിരിക്കുകയാണ്. JDSന്റെ നേതാവായിട്ടുള്ള അല്ലെങ്കിൽ കുമാരസ്വാമിയുടെ പ്രധാനപ്പെട്ട കുടുംബാംഗമായിട്ടുള്ള ഒരു വ്യക്തി പ്രജ്വൽ രേവണ്ണ എന്ന് പറയുന്ന ആള് ഒരു പീഡന കേസിൽ അകപ്പെട്ടു. ഇയാള് MP ആണ്. നിലവിൽ ഇപ്പൊ വീണ്ടും അവിടെ സ്ഥാനാർത്ഥിയായിരിക്കുകയാണ്. നിലവിൽ സ്ഥാനാർത്ഥിയായിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും നമ്മൾക്ക് യാഥാർത്ഥ്യം ഒരിക്കലും മറച്ചു വെക്കാൻ പറ്റില്ലല്ലോ. അയാൾ ഒരു പീഡന വീരനാണെന്നുള്ളതിൽ യാതൊരു തർക്കമില്ല. പക്ഷെ അയാൾ ചെയ്ത പീഡനത്തിന് സംസ്ഥാനത്തെ രാഷ്ട്രീയ സംവിധാനത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി എങ്ങനെയാണ് ഉത്തരവാദിയാകുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അദ്ദേഹം അവിടെ പീഡനത്തിന് ഇരയായിട്ടുള്ള അല്ലെങ്കിൽ ഇരയാക്കിയിട്ടുള്ള ആളുകൾ നിയമപരമായിട്ടുള്ള വിഷയങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം. അത് പോയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾക്കറിയാൻ സാധിക്കുന്നത്. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന വ്യക്തി അതിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആൾക്ക് കൃത്യമായിട്ട് ശിക്ഷ തന്നെ കിട്ടണം. പക്ഷെ ഇത് കർണാടകയിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ കൂട്ടിച്ചേർക്കാൻ സാധിക്കുമോ? ഇല്ല. ആള് മറ്റൊരു പാർട്ടിക്കാരൻ കൂടി, BJPക്കാരനല്ല ഈ പറയുന്ന പ്രജ്വൽ രേവണ്ണ. അപ്പം നമ്മൾ മനസ്സിലാക്കണം, ഈ 28 പാർലമെന്റ് മണ്ഡലങ്ങളിൽ കർണാടകയിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഇതിനെ പ്രധാനപ്പെട്ട വിഷയമായി ഉയർത്തി കാണിക്കാൻ ഭരണപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ് പോലും ഇപ്പൊ തയ്യാറായിരിക്കുന്നത്. ഇപ്പൊ ഒരു വർഷത്തോളം അടുത്തു ഈ പറയുന്ന കോൺഗ്രസോട് അധികാരത്തിൽ വന്ന 8 മാസമോ അങ്ങനെ എന്തോ ആയിട്ടുണ്ട്. അപ്പോ ഇതിനിടയിൽ അവർക്ക് അവിടെ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ, സംസ്ഥാനത്ത് നടത്തിയിട്ടുള്ള വികസന കാര്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് അവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ നിന്ന് വോട്ട് നേടാനല്ലേ അവർ ശ്രമിക്കേണ്ടത്. പക്ഷെ അതല്ല അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ ഈ പീഡന കേസ് പറഞ്ഞുകൊണ്ട് അത് BJPയുടെ തലയിലേക്ക് ഇടാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, യഥാർത്ഥത്തിൽ കർണാടകയിലെ നിലവിലെ സംസ്ഥാന സർക്കാരിന് ജനങ്ങളുടെ മുന്നിൽ എന്തെങ്കിലും ഒരു നീതി നടപ്പാക്കാനോ വികസനങ്ങൾ നടപ്പാക്കാനോ BJPക്കെതിരെ പറഞ്ഞിരുന്ന BJP സർക്കാരിനെതിരെ പറഞ്ഞിരുന്ന കാര്യങ്ങൾ പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇല്ല. അവിടെ കൃത്യമായിട്ട് ന്യൂനപക്ഷ പ്രീണനം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് അധികാരത്തിൽ വന്നതിന് ശേഷവും അവർ ശ്രമിച്ചിട്ടുള്ളത്. BJP എന്താണ് പറഞ്ഞിട്ടുള്ളത്? BJP അവിടെ അധികാരത്തിൽ ഇരിക്കുന്ന സമയത്ത് നിർബന്ധിത മതപരിവർത്തന നിരോധിത ബില്ല് കൊണ്ടുവന്നു. നിർബന്ധമായിട്ട് മതപരിവർത്തനം നടത്തുന്ന പ്രദേശങ്ങളിൽ വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാകുന്നു, അസ്വസ്ഥതകൾ ഭൂരിപക്ഷ സമുദായത്തിനിടയിൽ ഉണ്ടാകുന്നു. ഇതൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒരു പൊട്ടിത്തെറിയിലേക്ക് പോകരുത് എന്നുള്ളതിന്റെ കാഴ്ചപ്പാടോടുകൂടി ഭൂരിപക്ഷ സംരക്ഷണം ന്യൂനപക്ഷത്തോടൊപ്പം തന്നെ വേണം എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി നിർബന്ധിത മതപരിവർത്തന നിരോധിത ബില്ല് കർണാടകയിൽ പാസാക്കി. കൂട്ടത്തിൽ ഗോവധ നിരോധന ബില്ല് കൊണ്ടുവന്നു. 2020 അവിടെ ബാംഗ്ലൂർ നഗരത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്ലാമിക ഭീകരവാദികളായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകർ നടത്തിയ കലാപത്തെ ചെറുത്ത് തോൽപ്പിച്ചു. കലാപത്തിൽ പങ്കാളികളായിട്ടുള്ള 380ഓളം പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകരെ ജയിലിലടച്ചു UAPA നിയമപ്രകാരം. അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് ഒരു സംസ്ഥാനത്തിന്റെ സമാധാന അന്തരീക്ഷം നിലനിർത്താൻ ശ്രമിച്ചു. പക്ഷേ കോൺഗ്രസ് അധികാരത്തിൽ വന്ന സമയത്ത് അവിടെ എന്താണ് ചെയ്തത്? ഈ അകത്തായ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകർക്കെതിരെയുള്ള കേസ്, കലാപ കേസ് പിൻവലിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള P. പരമേശ്വര ശ്രമിച്ചു എന്നുള്ള വാർത്തകൾ വന്നിട്ടുണ്ട്. രണ്ടാമത്തത് പൂർണ്ണമായി ശ്രമിച്ചു എന്നുള്ള വാർത്തകൾ മാത്രമല്ല, അദ്ദേഹം പരസ്യമായിട്ട് കേസുകൾ പിൻവലിക്കുമെന്ന് പറഞ്ഞു. രണ്ടാമത് ഗോവധ നിരോധനം എടുത്തു കളയുക, ബില്ല് നിർവീര്യമാക്കുക. എന്തിനാണ് പോത്തിനെ അറക്കുന്നത് പോലെ തന്നെ പശുവിനെയും അറക്കാനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ എന്താണ് പ്രശ്നം എന്നുള്ള രീതിയിലൊക്കെ ഹിന്ദുത്വ വികാരത്തെ വ്രണപ്പെടുത്തിക്കൊണ്ട് ഇങ്ങേര് സംസാരിച്ചു. നിർബന്ധിത മതപരിവർത്തന ബില്ല് എന്തിനാണ് ഈ സംസ്ഥാനത്ത്? മതം മാറുന്നവർ മതം മാറി പൊക്കോട്ടെ എന്നുള്ള നിലയിലേക്കുള്ള നിലപാടാണ് കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടായിരിക്കുക. അപ്പൊ ഭൂരിപക്ഷത്തിന് യാതൊരുവിധ വിലയും കൊടുക്കാത്ത രീതിയിൽ ടിപ്പു സുൽത്താനെ പോലെയുള്ള ഹിന്ദു വിരുദ്ധ ശക്തികളെ അവിടെ വലിയ രീതിയിൽ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഒരു പ്രത്യേക വിഭാഗത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കർണാടകയിലെ കോൺഗ്രസ് നേതൃത്വത്തിന് ഒരു വലിയ തിരിച്ചടിയുമായിട്ടാണ് പുതിയ സർവേ വന്നിരിക്കുന്നത്. 28 പാർലമെന്റ് സീറ്റുകളിൽ
23 സീറ്റുകളും BJP തന്നെ നിലനിർത്തുമെന്നുള്ള രീതിയിലേക്കുള്ള ഒരു വിഷയമാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ എല്ലാവരും മനസ്സിലാക്കുക, നിരന്തരമായിട്ട് രാജ്യത്ത് കള്ളപ്രചരണങ്ങൾ നടത്താൻ ശ്രമിക്കുന്ന ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ജനങ്ങൾ സത്യത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ടുള്ള തിരിച്ചടി കൊടുക്കുന്നതിന്റെ യഥാർത്ഥ രൂപമാണ് ഇപ്പോൾ ഈ കർണാടകയിൽ പോലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തിയുടെ വ്യക്തിപ്രഭാവം കർണാടകയിലെ മുക്കിലും മൂലയിലേക്കും ഗ്രാമാന്തരങ്ങളിലേക്കും ഇറങ്ങി ചെന്നിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു റിസൾട്ടാണ് ഈ ജൂൺ 4 കർണാടകയിൽ നിന്ന് പോലും വരാനിരിക്കുന്നതിൽ യാതൊരു തർക്കവുമില്ല. നന്ദി, നമസ്കാരം.